ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ സർവേയിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ 2 അധ്യായങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. വെളിപ്പാട് 21, 22 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളിൽ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരുശലേം, ഈ കാര്യങ്ങളൊക്കെ നാം കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പരിശോധിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഈ 2 അധ്യായങ്ങൾ പഠിക്കുന്നതിനായിട്ടൊരു വിഭജന രീതി പറഞ്ഞിരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സിറ്റിസൺസ് ഓഫ് ദ സിറ്റി, ക്യാരക്ടർ ഓഫ് ദ സിറ്റി ആൻഡ് ചാലഞ്ച് ഓഫ് ദ സിറ്റി. ഈ പുതിയ യെരുശലേമിൽ എത്തുന്ന പൗരന്മാർ ഏത് തരത്തിലുള്ള ആളുകളായിരിക്കും? ഈ പട്ടണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഈ പട്ടണം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ 3 കാര്യങ്ങളാണ് നാം പരിശോധിക്കുന്നത്. 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ 9 മുതൽ 22-ൻ്റെ 5 വരെ, 22-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 21 വരെ. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് 21, 22 അധ്യായങ്ങൾ തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു തീർത്തു. അതായത് ഈ പട്ടണത്തിലെത്തുന്ന പൗരന്മാർ ആരാണ്? 3 തരത്തിലുള്ള ആളുകളാണെന്നാണ് നാം പറഞ്ഞത്. ഒന്ന്, അവർ ദൈവത്തിൻ്റെ ജനമാണ്. 3-ാം വാക്യത്തിലുണ്ടായിരുന്നു. 21-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, അവർ അവൻ്റെ ജനമായിരിക്കും. അവർ അവനോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. അവൻ്റെ ജനമായിരിക്കും. രണ്ടാമത്, അവർ സംതൃപ്തരായിരിക്കും. 6-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. അത് വായിക്കാം. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. അപ്പോൾ അവർ സംതൃപ്തരായിരിക്കും. അതുപോലെ തന്നെ അവർ ജയാളികളായിരിക്കും. അതാണ് നമ്മൾ 7-ാം വാക്യത്തിൽ കണ്ടത്. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. അപ്പോൾ ഈ പുതിയ യെരുശലേം പട്ടണത്തിൽ എത്തുന്ന ജനങ്ങൾ ഏത് തരത്തിലുള്ളവരായിരിക്കണം എന്ന് നാം പരിശോധിച്ചു. ദൈവജനം, സംതൃപ്തരായ ഒരു കൂട്ടം ആളുകൾ, ജയാളികൾ. അപ്പോൾ നമുക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കും ഉണ്ടായിരിക്കണം, ഈ സവിശേഷതകൾ നമുക്കും ഉണ്ടായിരിക്കണം എന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമല്ലോ. നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്ന് നാം പഠിക്കുന്നത് ഈ പട്ടണത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ്. ഇത് ക്യാരക്ടർ ഓഫ് ദ സിറ്റി. 21-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 22-ൻ്റെ 5 വരെയുള്ള വാക്യങ്ങളിലാണ് ആ കാര്യം കിടക്കുന്നത്. എന്നാൽ അത് എല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ 2 ക്ലാസ്സായിട്ട് തിരിക്കേണ്ടതായിട്ട് വരും. ഈ ക്ലാസ്സിൽ നാം 21-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ 21-ാം അധ്യായത്തിലുള്ള വാക്യങ്ങൾ മാത്രമാണ് പരിശോധിക്കുന്നത്. മറ്റൊരു ക്ലാസ്സിൽ 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. പക്ഷേ 21-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 22-ൻ്റെ 5 വരെയും ഒരേ വിഷയമാണ് പറയുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ പറയുന്നത് പോലെ അധ്യായങ്ങൾ അങ്ങ് ഇഗ്നോർ ചെയ്താൽ മതി. അധ്യായങ്ങൾ പ്രിൻറ്റിങ്ങിൻ്റെ സൗകര്യത്തിന് പിന്നീടിട്ടതാണല്ലോ. അതുകൊണ്ട് അധ്യായമില്ല എന്ന് വിചാരിച്ച് വായിക്കുകയാണെങ്കിൽ 21-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ 22-ൻ്റെ 5 വരെ ഒരേ വിഷയം പറഞ്ഞു പോവുകയാണ്. ആദ്യം ഈ പട്ടണത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് പറയുന്നു, അതെങ്ങനെ പണിതിരിക്കുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പട്ടണത്തിൻ്റെ അകത്ത് കയറി എന്തെല്ലാം കാണാനുണ്ട് എന്നും നമ്മോട് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിലെ പഠനത്തിനായിട്ട് നമുക്ക് 21-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ 27-ാം വാക്യം വരെ ആദ്യം ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പോകാം. 22-ാം അധ്യായം മറ്റൊരു ക്ലാസ്സിലും പഠിക്കാം. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും, ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ 12 പേരുമുണ്ട്. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിൻ്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോലുണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. അതിൻ്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴിക കണ്ടു.
അതിൻ്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിൻ്റെ മതിൽ അളന്നു, മനുഷ്യൻ്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതൻ്റെ അളവിന് തന്നെ 144 മുഴമുണ്ടായിരുന്നു. മതിലിൻ്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണിനി, ആറാമത്തേത് ചുവപ്പ് കല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേധകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈധൂര്യം, 11ാമത്തേത് പത്മരാഗം, 12ാമത്തേത് സുഗന്ധിരത്നം. 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിൻ്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും, മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. ഈ വായിച്ചു കേട്ടത് പുതിയ യെരുശലേം പട്ടണത്തിൻ്റെ സവിശേഷതകളാണ്. എന്നാൽ ഒരു വായന കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് വന്ന് കാണാൻ സാധ്യതയില്ല. അതുകൊണ്ടാണല്ലോ ബൈബിൾ ക്ലാസ് വേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വായിച്ച വാക്യങ്ങൾ ഒന്ന് വിശദീകരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം, പുതിയ യെരുശലേം എന്ന ഈ നിത്യനഗരം കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയുടെ നിത്യഭവനമാണ്. എന്നാൽ അത് നിത്യഭവനം മാത്രമല്ല, അത് മണവാട്ടി തന്നെയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. മണവാട്ടിയുടെ ഭവനവും അതേസമയം മണവാട്ടി തന്നെയുമാണ്. മണവാട്ടി തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ 2ാം വാക്യവും 9ാം വാക്യവും നോക്കിയാട്ട് അപ്പോൾ നമുക്ക് അത് മണവാട്ടി തന്നെയാണ്. കാരണം ചിലരുടെ മനസ്സിൽ മണവാട്ടി വസിക്കുന്ന സ്ഥലമാണ്, അത് തന്നെയാണ് മണവാട്ടി എന്ന് പറഞ്ഞപ്പോൾ അത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ഒക്കുകയില്ല. നിത്യതയിൽ ചെല്ലുമ്പോൾ കർത്താവ് ചെയ്യുന്ന ചില പ്രത്യേകതകളാണ്. 2ാം വാക്യം വായിച്ചാട്ട്, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി. കണ്ടോ, ഭർത്താവിനായിട്ട് അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ. 9ാം വാക്യം വായിക്കുമ്പോൾ അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ നോക്കിയപ്പോൾ കണ്ടത് എന്താ? ഒരു നഗരം ഇറങ്ങി വരുന്നതാണ് കണ്ടത്. അല്ലേ? താഴോട്ട് വായിച്ചു നോക്കിയാട്ടെ, ഒരു വിശുദ്ധ നഗരം. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വന്മലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അപ്പോൾ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്താ കാണിച്ചു കൊടുത്തത്? ഒരു വിശുദ്ധ നഗരം ഇറങ്ങി വരുന്നതാണ് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഇത് മണവാട്ടിക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. അതോടൊപ്പം ഇത് മണവാട്ടി തന്നെയുമാണ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു നഗരം അല്ലെങ്കിൽ ഒരു സിറ്റി എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? ഇപ്പോൾ സിറ്റിയെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വോട്ട് യു മീൻ ബൈ ഓർ ഹൗ വിൽ യു ഡിഫൈൻ എ സിറ്റി എന്ന് ചിന്തിച്ചാൽ മതി അറിയാവുന്ന ആളുകൾക്ക്. ഞാൻ അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ളൊരു കാര്യം പറയാം. ഒരു നഗരം എന്ന് പറയുമ്പോൾ കുറച്ചധികം വമ്പൻ കെട്ടിടങ്ങളും കുറച്ചധികം ആധുനിക സൗകര്യങ്ങളും എന്നല്ല അർത്ഥമാക്കുന്നത്. അതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനസമൂഹമാണ്. പീപ്പിൾ കോൺഗ്രിഗേറ്റ് ദെയർ. അതല്ലേ, നമ്മളാണെങ്കിലും ഇപ്പം ടൗണിൽ പോകുന്നു, പട്ടണത്തിൽ പോകുന്നു എന്ന് പറയാറില്ലേ? അപ്പോൾ പ്രധാനമായിട്ട് ഈ പട്ടണം അല്ലെങ്കിൽ നഗരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ജനസമൂഹത്തെ, ജനസഞ്ചയത്തെയാണ്. അപ്പോൾ ഒരു ജനസഞ്ചയമാണല്ലോ സഭ എന്ന് പറയുന്നത്, മണവാട്ടി സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് മണവാട്ടി തന്നെയാണ്, അതേസമയം മണവാട്ടിക്ക് താമസിക്കാനുള്ള പട്ടണവും ആണ് എന്ന് അറിഞ്ഞിരിക്കണം. യോഹന്നാൻ കണ്ട നഗര പ്രത്യേകതകൾ അല്ലെങ്കിൽ ഈ നഗരത്തിൻ്റെ സവിശേഷതകൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ 10ാം വാക്യത്തിലുണ്ടായിരുന്നു, യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ
ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മനസ്സിലൊന്നും തങ്ങിയില്ലെന്ന് തോന്നുന്നു. 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. യെരുശലേം വിശുദ്ധ നഗരമാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നഗരമാണ്, ദൈവ തേജസ്സുള്ള നഗരമാണ്. ഇറ്റ് ഈസ് ഹോളി, ഇറ്റ് ഈസ് ഹെവൻലി ആൻഡ് ഇറ്റ് ഈസ് ഗ്ലോറിയസ്. മനസ്സിലായോ? ഇതാണ് ഈ നഗരത്തിൻ്റെ പ്രത്യേകത. ഈ നഗരം വിശുദ്ധ നഗരമാണ്, അശുദ്ധിയൊന്നും അവിടെ ഇല്ല. ഭാഗം വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ 27-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്? അശുദ്ധിയും മ്ലേച്ഛതയും പ്രവർത്തിക്കുന്നവരാരും അതിനകത്ത് കടക്കുകയല്ല. 27-ാം വാക്യം ഒന്ന് വായിച്ചാൽ കണക്ഷൻ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അപ്പൊ അത് ടോട്ടലി ഹോളിയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് യെരുശലേം എന്ന വിശുദ്ധ നഗരം. അതിൻ്റെ ഒരു സവിശേഷത ഒന്നാമത് തന്നെ അറിഞ്ഞിരിക്കേണ്ടത്, ഇറ്റ് ഈസ് എ ഹോളി സിറ്റി. വിശുദ്ധ നഗരമാണ്, അത് സ്വർഗീയ നഗരമാണ്. കാരണം അത് സ്വർഗത്തിൽ നിന്നാണല്ലോ ഇറങ്ങി വരുന്നത് കണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് എ ഗ്ലോറിയസ് സിറ്റി, അത് ദൈവ തേജസ്സുള്ള നഗരമാണ്. 10-ാം വാക്യത്തിൽ ഈ 3 കാര്യങ്ങളും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നഗരം സ്വർഗത്തിൽ വെച്ച് തയ്യാറാക്കി ഭൂമിയിലേക്ക് ഇറക്കി വിട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം. പുതിയ ആകാശം, പുതിയ ഭൂമി. അപ്പോൾ നമുക്ക് പല പ്രോഡക്റ്റും വരുമ്പോൾ അതിനകത്ത് മെയ്ഡ് ഇൻ കാണുകയല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്ത് എഴുതിയിട്ടുണ്ടാവും? മെയ്ഡ് ഇൻ ഹെവൻ അല്ലേ? മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഏത് പ്രോഡക്റ്റ് ഇട്ടാലും നോക്കുകയല്ലേ ഇത് എവിടെ നിർമ്മിച്ചതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധ നഗരം എവിടെ ഉണ്ടാക്കിയതാണ്? സ്വർഗത്തിൽ, മെയ്ഡ് ഇൻ ഹെവൻ, സ്വർഗത്തിൽ നിന്ന് തന്നെ തയ്യാറാക്കി ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് അത് ഉണ്ടാക്കാനായിട്ടാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ 14-ാം അധ്യായം ഓർമ്മയുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു അല്ലേ? അവിടെ മാൻഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ടോ? 14-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഈ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അവിടെ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോവുകയാണ്. ഒരുക്കിയാൽ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പം അത് പ്രിപ്പയർഡ് ഇൻ ഹെവൻ, മെയ്ഡ് ഇൻ ഹെവൻ. അതിനാണ് കർത്താവ് അങ്ങോട്ട് പോയത്. അത് പ്രിപ്പയർ ചെയ്ത് മണവാട്ടി റെഡി ആകുമ്പോഴത്തേക്ക് മണവാട്ടിക്ക് വസിക്കാനുള്ള ഈ പട്ടണവും താഴേക്ക് ഇറങ്ങി വരും. അങ്ങനെ മണവാട്ടി സഭയെ ചേർത്ത് അതിൻ്റെ കൂടെ മണവാളൻ നിരന്തരം അവിടെ വസിക്കുന്ന. നമ്മൾ ഈ പഠനം തുടങ്ങിയപ്പം ഒരു കഥ പോലെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഹീറോ ഉണ്ട്, അതിനെ എതിർക്കുന്ന വില്ലനുണ്ട്. എന്നാൽ ആ വില്ലനെയൊക്കെ പരാജയപ്പെടുത്തി അവസാനം ഈ ഹീറോ എന്തു ചെയ്യും? തൻ്റെ കാന്തയെ ഒരുമിച്ച് ചേർക്കും. അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. വസിക്കാനുള്ള ഒരു നഗരം, അത് കാന്ത തന്നെയാണ്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് സ്വർഗത്തിൽ നിറങ്ങി വരുന്ന വിശുദ്ധമായിട്ടുള്ള തേജസ്സുള്ള ഒരു നഗരമാണ് ഈ പുതിയ യെരുശലേം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ വിവരണം നമ്മുടെ ചിന്താശക്തിയെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അസ്റ്റോണിഷിങ്, എക്സൈറ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. അസ്റ്റോണിഷിങ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതും അമ്പരപ്പെടുത്തുന്നതും ഒക്കെയാണ്. പക്ഷേ ആ വായിച്ച് കേട്ടപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു കാണും. ഈ വിവരിച്ചതിൻ്റെ സിംഹഭാഗവും അല്ലെങ്കിൽ മിക്കവാറും കാര്യങ്ങളെല്ലാം പ്രതീകങ്ങളാണ്. എല്ലാം ആക്ച്വലായിട്ടല്ല, പ്രതീകങ്ങളായിട്ടാണ് പറഞ്ഞത്. എന്നിരുന്നാലും അത് ചിന്താതീതമായിരിക്കുന്നു. നമ്മുടെ ചിന്തയിൽ ഒതുങ്ങാത്ത തരത്തിൽ അല്ലേ? ചിന്താതീതം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നഗരത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് തേജസ് ഉള്ളതാണെന്നുള്ളതാണ്. മനസ്സിലായോ? നഷ്ടപ്പെട്ട തേജസ് വീണ്ടെടുത്ത തേജസ്സുള്ള ഒരു നഗരം. ഈ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗം തേജസ്സിൻ്റെ ഉറവിടമാണ്. ഹെവൻ ഈസ് ദ സോഴ്സ് ഓഫ് ഗ്ലോറി. എല്ലാ തേജസ്സിൻ്റെയും എല്ലാ മഹത്വത്തിൻ്റെയും ഉറവിടം സ്വർഗമാണ്. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത എവിടെയാണ് നാം കാണുന്നത്? സ്വർഗത്തിലാണ് കാണുന്നത്. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് തേജസ്സിൻ്റെ ഉറവിടമായ സ്വർഗത്തിൽ നിന്ന് സൗന്ദര്യതയുടെ പൂർണ്ണത വരുത്തിയ കുഞ്ഞാടിൻ്റെ കാന്തയ്ക്കുള്ള ഒരു സമ്പൂർണ്ണ വാസസ്ഥലമായിട്ടാണ് ഈ പുതിയ യെരുശലേം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. ആ മേക്കിങ്ങിൽ തന്നെ ഒരുപാട് സവിശേഷതകളുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. വേദപുസ്തക ചരിത്രം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചരിത്രത്തിലുടനീളം ദൈവതേജസ് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചും വസിച്ചതിനെക്കുറിച്ചും നമ്മുടെ ഈ പഠനത്തിൽ തന്നെ പല പ്രാവശ്യം പരാമർശിച്ചിട്ടുള്ളതെന്ന് ഒന്ന് ഫ്ലാഷ് ബാക്ക് നിങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദൈവതേജസ് ആദ്യം സമാഗമന കൂടാരത്തിൽ വസിച്ചു, ഓർമ്മയുണ്ടാകുമല്ലോ. പിന്നീട് ശലോമോൻ നിർമ്മിച്ച ദൈവാലയത്തിൽ അത് വസിച്ചു. ഇന്ന് ദൈവതേജസ് വിശ്വാസികളുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ദൈവസഭയിലും ദൈവതേജസ് വസിക്കുന്നുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലാണ് ദൈവം വസിക്കുന്നിടത്ത് ദൈവ തേജസ്സും വസിക്കുന്നുണ്ട്. സമാഗമന കൂടാരം, പിന്നീടുണ്ടാക്കിയ ശലോമോൻ ഉണ്ടാക്കിയ ദൈവാലയം,
ഇന്ന് നമ്മളുടെ ശരീരങ്ങളാണിത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. നമ്മുടെ അകത്ത് നാം കൂടി വരുമ്പോൾ ദൈവ സഭയിൽ. എന്നാൽ നിത്യത മുഴുവൻ ദൈവതേജസ് നിറഞ്ഞു വസിക്കുന്ന സ്ഥലമാണ് വിശുദ്ധ നഗരമായ പുതിയ യെരുശലേം. അവിടെ പിന്നെ ഒരു മാറ്റമില്ല. ഇതിങ്ങനെ മാറിപ്പോയല്ലോ ഇല്ലേ? സമാപന കൂടാരത്തിൽ നിന്ന് വേറൊരു ആലയത്തിലേക്ക് പോയി, പിന്നീട് അതെല്ലാം പോയിട്ട് നമ്മളിലേക്ക് വന്നു, സഭയിലേക്ക് വന്നു. ഇനി അങ്ങനെ ഒരു മാറ്റമില്ലാത്ത തരത്തിൽ ഒരു പെർമനൻ്റായിട്ട് ദൈവതേജസ് നിരന്തരം വസിക്കുന്ന, നോ മോർ ഷിഫ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ ഷിഫ്റ്റ് ചെയ്ത് മഹത്വം പോയി. ഇല്ലേ? ഈഖാബോദ് ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. ഇനി അങ്ങനെ പോകാത്ത തരത്തിൽ സ്ഥിരമായിട്ട് ദൈവത്തിൻ്റെ മഹത്വം നിൽക്കുന്ന ഒരു സ്ഥലമാണ് വിശുദ്ധ നഗരമായ പുതിയ യെരുശലേം. ഈ നഗരത്തെ പ്രകാശിപ്പിക്കാനായിട്ട് ദൈവതേജസ് അല്ലാതെ മറ്റു വെളിച്ചങ്ങൾ ആവശ്യമില്ല എന്ന് 23-ാം വാക്യത്തിൽ വായിച്ചത് ഒന്നുകൂടെ കേട്ടാട്ടെ. 21-23. ഈ നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യൻ വേണ്ട, ചന്ദ്രൻ വേണ്ട, അതൊന്നും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞല്ലോ, ദൈവം വെളിച്ചം ആകുന്നു. ഗോഡ് ഈസ് ലൈറ്റ്. പിന്നെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ എന്തു പറഞ്ഞു? ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. അതുകൊണ്ട് കുഞ്ഞാട് ദൈവം അവിടെ ഉള്ളതുകൊണ്ട് അത് പ്രകാശിതമായിരിക്കും. കാരണം ദൈവം വെളിച്ചമാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അവൻ വെളിച്ചത്തെ വസ്ത്രം പോലെ ധരിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവം തന്നെ വെളിച്ചമാണ് എന്നറിഞ്ഞിരിക്കണം. ദൈവപുത്രനും പറഞ്ഞു, നമ്മളോടെന്താ പറഞ്ഞത്? നിങ്ങളും വെളിച്ചമായിരിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ വേറൊരു സൂര്യനോ വേറൊരു ചന്ദ്രനോ ഒന്നും പ്രകാശിക്കേണ്ടതായിട്ട് ഇല്ല. ഈ നഗരത്തിൻ്റെ നിർമ്മാണ വിശദാംശങ്ങൾ വായിച്ചെടുത്തുണ്ടായിരുന്നല്ലോ. ഡീറ്റെയിൽസ് ഓഫ് ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയൊക്കെയാണ് ഈ നഗരം പണിതിരിക്കുന്നത് എന്നുള്ളത് നാം വായിച്ചു കേട്ടു. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ യോഹന്നാൻ്റെ കാലഘട്ടത്തിൽ ഈ പുസ്തകം വായിച്ച ആളുകൾക്കും ഇന്ന് നമ്മൾ വായിക്കുന്ന നമുക്കും എല്ലാം പരിചിതമായ ഘടകങ്ങളാണ് യോഹന്നാൻ വിവരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഈ നഗരത്തിൻ്റെ നിർമ്മാണം നോക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ എടുത്തു പറഞ്ഞു. അടിസ്ഥാനം, മതിലുകൾ, ഗോപുരങ്ങൾ. ശ്രദ്ധിച്ചിരുന്നോ? ഫൗണ്ടേഷൻ, വാൾസ് ആൻഡ് ഗേറ്റ്സ്. 12-ാം വാക്യം വായിച്ചാൽ അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും. പൊക്കമുള്ള വൻമതിൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. പക്ഷേ ഈ ഗോപുരം എന്ന് പറഞ്ഞത് എന്താ അതിൻ്റെ അർത്ഥം? 12 ഗോപുരം. ഗോപുരം എന്ന് പറഞ്ഞാൽ ഗേറ്റാണ്, കവാടങ്ങളാണ്. ഗോപുരം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പലർക്കും ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള ഗോപുരം അതെല്ലാം ഗേറ്റാണ് കേട്ടോ. ഗോപുരം എന്ന് പറഞ്ഞാൽ ഗേറ്റ് എന്നാണ് അർത്ഥം. വാതിൽ, കടന്നു പോകാനുള്ള സ്ഥലം എന്നാണ് അർത്ഥം. അപ്പം മതിലുണ്ടെങ്കിൽ എന്ത് വേണം? ഗേറ്റ് വേണം, ഇല്ലെങ്കിൽ കയറാനൊക്കെയല്ല. അപ്പം മതിലും ഉണ്ട്, ഗേറ്റും ഉണ്ട്. ഗേറ്റ് എന്ന് പറയുമ്പം കുറേ കൂടെ മനസ്സിലാവും നമുക്ക്. വാതിൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ. മതിൽ കെട്ടിയിട്ട് നമ്മൾ എന്ത് വയ്ക്കും? ഗേറ്റ് വയ്ക്കും. മതിലും ഗേറ്റും. അപ്പോൾ അതുകൊണ്ട് മതിലും ഉണ്ട്, ഗേറ്റും ഉണ്ട്. അത് മാത്രമല്ല 14-19 വാക്യങ്ങളിൽ അടിസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നഗരമതിലിന് 12 അടിസ്ഥാനവും. അപ്പം നഗരമതിലിന് 12 അടിസ്ഥാനം ഉണ്ടായിരുന്നു, മതിലുണ്ടായിരുന്നു, ഗോപുരങ്ങൾ അല്ലെങ്കിൽ ഗേറ്റ് ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. പ്രതീകമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കണം. അപ്പോൾ ഈ പ്രതീകാത്മകമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചിന്തിക്കുമ്പോൾ, അടിസ്ഥാനങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? സ്ഥിരതയാണ് കാണിക്കുന്നത്. നല്ല അടിസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ, ആഴക്കുഴിച്ച് പാഴമേൽ അടിസ്ഥാനം ഇടണമെന്ന് പറയുമ്പോൾ അതിൻ്റെ പെർമനൻസ്, അതിൻ്റെ സ്ഥിരതയാണത് കാണിക്കുന്നത്. കൂടാരം എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അടിസ്ഥാനങ്ങളുള്ള നഗരം എന്ന് പറയുമ്പോൾ ഉറപ്പുള്ളത്, ഇളകാത്ത ഒരു നഗരത്തെയാണ് കാണിക്കുന്നത്. എബ്രായ ലേഖനത്തിലുണ്ടല്ലോ ഇളകാത്ത നഗരം, അല്ലേ? നാം ഇളകാത്തത് പ്രാപിക്കുന്നു, ഇളകാത്ത നഗരം. അബ്രഹാമിനെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ഒന്ന് വായിക്കാം. 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8 മുതൽ അല്ലെങ്കിൽ 9-ഉം 10-ഉം വായിച്ചാൽ മതി. അബ്രഹാം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. കൂടാരങ്ങളിലാണ് വസിച്ചിരുന്നത്. കൂടാരം നീക്കി അടിച്ചതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. എന്നിട്ട് അവൻ കാത്തിരുന്നത് അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായിട്ടായിരുന്നു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്
ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഈ അടിസ്ഥാനം സ്ഥിരതയെ കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ സ്ഥിരത എന്താണെന്ന് ചോദിച്ചാൽ സനാതനത്വം അഥവാ ശാശ്വത പ്രകൃതിയാണ് കാണിക്കുന്നത്. ഇറ്റേണൽ നേച്ചർ, മനസ്സിലായോ? പെർമനൻസ്, ഒരു സ്ഥിരതയാണ്. അതിന് പിന്നൊരു ഇളക്കമില്ല. അതുകൊണ്ടാണ് ഇളകാത്ത രാജ്യം. ഇനിയൊരു ഇളക്കമില്ല. ദൈവതേജസ് ഇളകി പോയത് കണ്ടായിരുന്നല്ലോ. സമാഗമന കൂടാരത്തിൽ ആലയത്തിലേക്കും പലയിടത്തേക്കും പോയത് കണ്ടില്ലേ? എന്നാൽ ഇനി എന്തില്ല? ഒരു ഇളക്കമില്ല, സ്ഥിരതയുണ്ട്. ഇറ്റേണൽ പെർമനൻസ് ആണ് ഉള്ളത്. ഒരു ഇറ്റേണൽ നേച്ചർ അതിന് ഉണ്ട്. കൂടാരം കാണിക്കുന്നത് സമാഗമന കൂടാരം ഇല്ലേ? കൂടാരം അബ്രഹാം പാർത്ത കൂടാരമാണെങ്കിലും സമാഗമന കൂടാരമാണെങ്കിലും കൂടാരം ഓൾവേസ് ടെമ്പററി, താൽക്കാലികമായിട്ട് പണിയുന്നതാണ്. അത് അഴിച്ചുകൊണ്ട് പോകാനുള്ളതാണ് എന്ന് വ്യക്തമാണ്. കൂടാരങ്ങൾ താൽക്കാലികമായിരിക്കുമ്പോൾ അടിസ്ഥാനങ്ങളുള്ള നഗരം സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ് എന്ന് അറിഞ്ഞിരിക്കണം. കൂടാരത്തിൽ പാർക്കുന്ന ആരാ? അന്യരും പരദേശികളും അല്ലേ? ഇവിടെ നാം അന്യരും പരദേശികളും ആയതുകൊണ്ട് ഈ കൂടാരത്തിൽ വസിക്കുന്നിടത്തോളം ഞരങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? വായിച്ച് കേട്ടിട്ടില്ലേ? അപ്പം അന്യരും പരദേശികളുമാണ് കൂടാരങ്ങളിൽ പാർക്കുന്നത്. എന്നാൽ മതിലുകളും ഗോപുരങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥിരത ഉള്ള അടിസ്ഥാനത്തിലുള്ള ഒരു പട്ടണത്തിലേക്ക്, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി മാറേണ്ട കാര്യമില്ല. അവിടെ സ്ഥിരതായിട്ട് താമസമാണ്. അപ്പം നാം നിത്യതയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നാം വസിക്കാൻ പോകുന്നത് ഈ തേജസ്സുള്ള നിത്യ നഗരത്തിലാണ്. പിന്നെ അവിടുന്ന് ഒരു ഷിഫ്റ്റിംഗ് ഇല്ല, ഒരു മാറ്റം ഇല്ല. ഈ മതിലുകളും ഗോപുരങ്ങളും സുരക്ഷിതത്വത്തെ കാണിക്കുകയാണ്, പ്രൊട്ടക്ഷൻ. അതിനാണല്ലോ മതിലും ഗേറ്റും വെക്കുന്നത് അല്ലേ? മതിലുകളും ഗോപുരങ്ങളും ഒരു പ്രൊട്ടക്ഷന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആക്രമണത്തിന് എതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ എൻക്രോച്ച്മെൻറ്റ്സോ ഒക്കെ കടന്നു വരാതിരിക്കുന്നതിനായിട്ട് ഉറപ്പും സംരക്ഷണവും. ദൈവജനത്തിന് പുതിയ യെരുശലേമിൽ യാതൊരുവിധ ശത്രുക്കളെയും ഭയപ്പെടാനില്ലെന്ന് ചുരുക്കം. മനസ്സിലായോ? ഇവിടെ നമ്മൾ ആകെ ശത്രുക്കളുടെ നടുവിലാണല്ലേ? ചുറ്റും ലോകം, ജഡം, പിശാച് എല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ നാം പുതിയ യെരുശലേം നഗരത്തിൽ എത്തിക്കഴിയുമ്പോൾ യാതൊരു വിധത്തിലുള്ള ശത്രുക്കളും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതിനോ പരാജയപ്പെടുത്തുന്നതിനോ ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, ഗോപുരവാതിലുകളിൽ കാവൽക്കാരായി ദൈവദൂതന്മാരുമുണ്ട്. 21:12 വായിച്ചിട്ട് കാവൽക്കാരായിട്ട് ദൈവദൂതന്മാരുണ്ട്. ഒന്നുകൂടെ കടന്നു വരികയല്ല, എങ്കിലും നമുക്കൊരു അഷ്വറൻസിന് വേണ്ടി പറയുമായിരിക്കാൻ നമ്മളെപ്പോഴും ഭയപ്പെട്ട് ജീവിക്കുന്നവരായതുകൊണ്ട്. അതിന് ഗോപുരവും വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും. അപ്പോൾ എവറി ഗേറ്റ് ഈസ് ഗാർഡഡ് പ്രോപ്പർലി. എല്ലാ ഗോപുരങ്ങളും ദൈവദൂതന്മാരാൽ കാവൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സുരക്ഷിതത്വമുണ്ട്, പ്രൊട്ടക്ഷനുണ്ട്. ഒരു തരത്തിലുള്ള ഭയാശങ്കകളും ആവശ്യം ഇല്ല. ഈ നഗരത്തിൽ പഴയ നിയമ ഉടമ്പടിയിലെ വിശുദ്ധന്മാരും പുതിയ നിയമ ഉടമ്പടിയിലെ വിശുദ്ധന്മാരും, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സെയിൻസ് ആസ് വെൽ ആസ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് സെയിൻസ് ഒരുമിച്ച് ചേരും. അത് നമുക്ക് ഈ നിർമ്മാണ വിശദാംശങ്ങളിൽ ഉണ്ടായിരുന്നു. 12 ഗോപുരങ്ങൾ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുമായി ഐക്യമത്യപ്പെട്ട് നിൽക്കുന്നു. 12 അടിസ്ഥാനങ്ങൾ 12 അപ്പോസ്തലന്മാരുമായി പൊരുത്തപ്പെട്ട് നിൽക്കുന്നു. വായിച്ചിടത്തുണ്ടായിരുന്നല്ലോ അല്ലേ? 12-ാം വാക്യം ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ, അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേർ കൊത്തിയിട്ടുമുണ്ട്. അപ്പം നഗരത്തിന് പൊക്കമുള്ള മതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുണ്ട്. സോ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സെയിൻസ്, ജ്യൂസ് എല്ലാം അവിടെ വരുന്നു. 14-ാം വാക്യത്തിൽ പറയുകയാണ്, നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും. വായിക്കാം 21-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. അതുകൊണ്ട് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒരുമിച്ച് ഇവിടെ വരും. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം പരിചിതമാണല്ലോ. അവിടെ നാം വായിക്കുന്നത്, സഭ പണിതിരിക്കുന്നത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേലാണ്. അവനിലാണ് കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നത് എന്നാണ്. നമുക്ക് ആ വാക്യം വായിക്കാം. എഫേസ്യർ 2:20-21 വാക്യങ്ങൾ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർ അടിസ്ഥാനമായിട്ടുണ്ടെന്നുള്ളത് ഈ വാക്യത്തിലും കിടപ്പുണ്ടല്ലോ. അപ്പം 12 ഗോത്രപിതാക്കന്മാരും 12 അപ്പോസ്തലന്മാരും. എന്നാൽ ഇസ്രായേൽ ഗോത്രങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ.
ഇസ്രായേൽ ഗോത്രങ്ങളെക്കുറിച്ച് നാം 12 ഗോത്രങ്ങൾ എന്ന് പലപ്പോഴും പറയുമ്പോൾ ലേവിയെ ജോസഫിനെയും മാറ്റിയിട്ട് ജോസഫിന് 2 മക്കളെയാണല്ലോ കൊണ്ടുവരുന്നത് അല്ലേ? അപ്പോൾ ലേവി ഗോത്രത്തെയും കൂടെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആകെ 13 ഗോത്രങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മക്കളെയൊക്കെ മാറ്റിയിട്ട് ലേവിയെല്ലാം ഉൾപ്പെടുത്തുകയാണെങ്കിൽ 13 ഗോത്രങ്ങളുണ്ട്. അപ്പോസ്തലന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും 12 അപ്പോസ്തലന്മാരും അപ്പോസ്തലനായ പൗലോസും കൂടെ കൂടുമ്പോൾ ആകെ 13 അപ്പോസ്തലന്മാരുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. 13 ഗോത്രങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. 13 അപ്പോസ്തലന്മാരുണ്ടെന്നും വേണമെങ്കിൽ പറയാം. അതെന്തിനാ ഇപ്പോൾ ഇവിടെ കയറി പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ഗോത്രങ്ങളുടെ പേരുകൾ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകളുടെ സംശയമാണ്, ദാൻ ഗോത്രത്തെ കാണുന്നില്ലല്ലോ, എഫ്രൈം ഗോത്രത്തെ പരാമർശിച്ചില്ലല്ലോ എന്നൊക്കെയാണല്ലോ പരാതിപ്പെടുന്നതും ചോദ്യങ്ങൾ ഉയർത്തുന്നതും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അതിനൊരു മറുപടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. യോഹന്നാൻ വെളിപ്പാട് 7-ാം അധ്യായത്തിൽ ഗോത്രങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ ദാൻ ഗോത്രത്തെയും എഫ്രൈം ഗോത്രത്തെയും പരാമർശിച്ചില്ല എന്നുള്ളതൊക്കെ ശരിയാണ്. എന്തിനാണിത് പരാമർശിക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ, ഈ കണക്കുകളൊന്നും ആക്ഷരികമായി മാത്രം എടുക്കേണ്ടതല്ല. നമ്മളെല്ലാം ആക്ഷരികമായിട്ടാണ് എടുക്കുന്നത്. എന്നാൽ അങ്ങനെ ആക്ഷരികമായി എടുക്കേണ്ടതല്ല എന്ന് നാം ചിന്തിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഈ തരത്തിൽ ഗോത്രങ്ങളുടെ പേരും കണക്കും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. കാരണം വേണമെങ്കിൽ 13 ഗോത്രത്തെ കൊണ്ടുവരാം, 13 അപ്പോസ്തലന്മാരെ കൊണ്ടുവരാം. അപ്പോൾ അതെന്താ നിങ്ങൾ ചോദിക്കാത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാമല്ലോ. അവിടെ 2 ഗോത്രത്തെ കാണാത്തപ്പോൾ നമുക്ക് വിഷമമായി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു ഗോത്രം ചേർക്കാത്തത്, ഒരു അപ്പോസ്തലനെയും കൂടി ചേർക്കാത്തത് എന്താണെന്ന് നമ്മളാരും ചോദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കണക്കുകൂട്ടലുകളും ചോദ്യങ്ങളും ഒന്നും ദൈവത്തെ സംബന്ധിച്ച് അത്ര പ്രസക്തം അല്ല. വാസ്തവത്തിൽ എന്താണ് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, ലളിതമായിട്ട് എല്ലാ വിശ്വാസികളും എല്ലാ വിശുദ്ധന്മാരും യഥാർത്ഥത്തിലുള്ള എല്ലാ ദൈവമക്കളും ഈ പുതിയ യെരുശലേമിൽ എത്തും. കണക്കുകൾ വെച്ച് ആരെയും പുറത്ത് നോക്കേണ്ടതായിട്ടില്ല. നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത് ചില കണക്കുകളൊക്കെ വെച്ച് കുറച്ചുപേരെ ഒന്ന് പുറത്താക്കിയിട്ട് ഞാനൊന്ന് അകത്താക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് ആരെയും അകത്തും പുറത്തും ആക്കാൻ ഒക്കില്ല. ആര് പുറത്തെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് 27-ാം വാക്യത്തിൽ. അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം കേട്ടോ. ആര് പുറത്ത് ആര് അകത്തെന്നുള്ളത് കൃത്യമായിട്ട് 27-ാം വാക്യത്തിൽ ഉണ്ടായിരുന്നു. 27 വായിച്ചേ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. അപ്പോൾ ഒരു ദാൻ ഗോത്രത്തെയോ എഫ്രൈം ഗോത്രത്തെയോ അല്ലെങ്കിൽ ഒരു അപ്പോസ്തലനെ ഒന്നും പുറത്താക്കാനൊക്കെയല്ല. പേര് ജീവപുസ്തകത്തിലുണ്ടെങ്കിൽ അവൻ വിശുദ്ധനാണെങ്കിൽ, മ്ലേച്ഛത പ്രവർത്തിക്കാത്തവനും ഭോഷ്ക് പ്രവർത്തിക്കാത്തവനുമാണെങ്കിൽ അവൻ അകത്ത് തന്നെ. അപ്പോൾ ദൈവം വളരെ ദയോടെ കരുണയോടെ കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് ആരെ പുറത്ത് നിർത്താമെന്നല്ല ചിന്തിക്കുന്നത്. എന്താ ദൈവത്തിൻ്റെ ആഗ്രഹം? ആരെ അകത്ത് അല്ല, ആരും നശിച്ചു പോകാതെ. അതുകൊണ്ട് നമ്മൾ ഈ കണക്കുകൾ പറഞ്ഞ് കുറേ പേരെ പുറത്തൊന്നും ആക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കണക്കുകൾക്കല്ല പ്രാധാന്യം. യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള വിശുദ്ധന്മാരായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന് ഈ നഗരത്തിന് കഴിയും. ദൈവത്തിൻ്റെ മനസ്സും അങ്ങനെ തന്നെ ഉള്ളതാണ്. എബ്രായ ലേഖനത്തിൽ നമുക്കൊരു വാക്യം വായിക്കുന്നത് നന്നായിരിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസവീരന്മാരെക്കുറിച്ചാണല്ലോ ഈ 11-ാം അധ്യായം വിവരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. ആ വിവരണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയുകയാണ്, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അതെന്തുകൊണ്ടാണ്? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്. വായിച്ചേട്ടെ 39-40 വാക്യം. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻ കരുതിയിരുന്നു. വായിച്ചു കഴിഞ്ഞാൽ ഉടനെ ദൈവത്തിന് സ്തോത്രം എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും അല്ലേ? കാരണം ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. ഏറ്റവും മോശമായിട്ടുള്ളതല്ല, ഏറ്റവും നല്ലത്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് അവരുടെ കൂടെ നമ്മളെയും കൂടെ ചേർത്ത് എല്ലാവരും ഒരുമിച്ച് ഈ തേജസ്സുള്ള നഗരത്തിലേക്ക് വരേണ്ടതിനായിട്ട് ദൈവത്തിനൊരു വൻ പദ്ധതി ഉണ്ടായിരുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ വിശുദ്ധന്മാരും ഒരുമിച്ച് ഈ വിശുദ്ധ സ്വർഗീയമായ തേജസ്സുള്ള പുതിയ യെരുശലേം നഗരത്തിൽ പാർക്കും. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു വന്നതാണ്. ഭൂമിയിലെ യെരുശലേം പട്ടണം അല്ലെങ്കിൽ പഴയ യെരുശലേം പട്ടണം, ഹിസ്റ്റോറിക് ജെറൂസലേം എന്ന് വേണമെങ്കിൽ പറയാം, അളക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? എന്നാൽ ഇവിടെ നാം കാണുന്നത് 21-ാം അധ്യായത്തിൽ, വെളിപ്പാട് 21-ാം അധ്യായത്തിൽ കാണുന്നത് ഈ ഹെവൻലി ജെറൂസലേം, സ്വർഗീയ യെരുശലേമിനെ
അളക്കുന്നതാണ്. 15-16 വാക്യങ്ങൾ വായിച്ചാട്ടെ. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു 1200 നാഴിക. നഗരത്തെ അളന്നു. അതാണ് നിങ്ങൾ കാണേണ്ടത്. കണ്ടോ, എന്നോട് സംസാരിച്ചവൻ നഗരത്തെയും അതിൻ്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ളൊരു അളവുകോൽ ഉണ്ടായിരുന്നു. അവൻ നഗരത്തെ അളന്നു. അപ്പോൾ 11-ാം അധ്യായത്തിൽ ഹിസ്റ്റോറിക് ജെറൂസലേമിനെ അളന്നതുപോലെ ഇവിടെ ഹെവൻലി ജെറൂസലേമിനെ അളക്കുക, അല്ലെങ്കിൽ പഴയ യെരുശലേമിനെ അളന്നതാണ് 11-ാം അധ്യായത്തിൽ കണ്ടതെങ്കിൽ ഇവിടെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് നടത്താം. പുതിയ യെരുശലേമിനെ അളക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. അളന്നപ്പോൾ എന്താ കണ്ടത്? അളന്നപ്പോൾ കണ്ടത് നഗരം പഴയ യെരുശലേമിനെ അളന്നപ്പോൾ കണ്ടതുപോലെ അല്ല കണ്ടത്. പുതിയ യെരുശലേമിനെ അളന്നപ്പോൾ നഗരം സമചതുരമായി കിടക്കുന്നു. കണ്ടായിരുന്നല്ലോ, 16-ാം വാക്യത്തിലുണ്ടായിരുന്നു അളന്നപ്പോൾ എന്താ കണ്ടതെന്നുള്ളത്. നഗരം സമചതുരമായി കിടക്കുന്നു. സമചതുരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ വീതിയും നീളവും സമം. സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യം, നീളമോ വീതിയോ വ്യത്യാസമില്ല, എല്ലാം കൃത്യമാണ്. കൂടാതെ 16-ാം വാക്യം വായിക്കുമ്പോൾ നീളവും വീതിയും മാത്രമല്ല ഉയരവും സമം. 16-ാം വാക്യം, നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളർന്നു 1200 നാഴിക കണ്ടു, അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അപ്പം സമചതുരം എന്ന് പറഞ്ഞപ്പോൾ വീതിയും നീളവും പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ വീതി, നീളം, ഉയരം. ഇപ്പോൾ ഗണിതശാസ്ത്രം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നഗരം ഒരു ക്യൂബായി അല്ലെങ്കിൽ ഒരു പിരമിഡായി എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? സമചതുരം മാത്രമല്ല, സ്ക്വയർ മാത്രമല്ല, ഇറ്റ് ബിക്കംസ് എ ക്യൂബ് ഓർ എ പിരമിഡ്. ആ തരത്തിൽ വീതി, നീളം, ഉയരം എല്ലാം സമമാകുകയാണ്. അതുകൊണ്ടാണ് സമചതുരം എന്ന് പറഞ്ഞത്. എന്താണ് ഇതിനകത്ത് ഗ്രഹിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ നിത്യ നഗരം സമ്പൂർണ്ണമാണ്, തികവുള്ളതാണ്, അതിന് യാതൊരു തരത്തിലുള്ള കുറവുകളും ഇല്ല. തേജസ്സുള്ളതും ദൈവം നിർമ്മിച്ചതും സ്വർഗീയവും ആയതുകൊണ്ട് ഇതിന് സമ്പൂർണ്ണതയുണ്ട്. കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് എന്നുള്ളതാണ് അവിടെ നാം കാണേണ്ടത്. ഒന്നും ക്രമത്തിൽ അല്ലാതെയോ സന്തുലിതമല്ലാതെയോ കാണുകയില്ല. എല്ലാം ഈ പുതിയ യെരുശലേം നഗരത്തിൽ സകല കാര്യങ്ങളും തികവുള്ളതായിരിക്കും, പൂർണ്ണതയുള്ളതായിരിക്കും. പിന്നെ കുറേ അളവുകൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചത് എനിക്കറിയത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന അളവുകൾ, ആ അളവുകളൊക്കെ ആധുനിക അളവുകളാക്കി മാറ്റി ഈ നഗരത്തിൻ്റെ വലിപ്പം പല ഗണിതശാസ്ത്രജ്ഞന്മാരും കണക്കാക്കി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞേക്കുന്ന കണക്കുകളൊന്നും കൃത്യമായിട്ട് സ്ഥാപിക്കാൻ ആർക്കും കഴിയുന്നില്ല. പക്ഷേ അത് കണക്ക് സ്ഥാപിക്കാൻ കഴിയുന്നു എന്നുള്ളതല്ല പ്രത്യേകത. ആർക്കും കഴിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ കഴിയുന്നില്ലെങ്കിലും എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ലോക ജനതകൾക്ക് മുഴുവൻ വസിക്കാനുള്ള സ്ഥലം ഈ നഗരത്തിനകത്തുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആര് വന്നാലും അവരെ താമസിപ്പിക്കാനുള്ള സ്പേസ്. സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്ത് സ്ഥലം തികഞ്ഞു പോയി. നമ്മൾ സാധാരണ കാണുന്ന പോലെ പാർക്കിംഗ് ഫുൾ, ഹൗസ് ഫുൾ എന്നൊക്കെ കാണുകയല്ലേ. അങ്ങനെ ഒരു ബോർഡ് അവിടെ തൂക്കേണ്ട കാര്യമില്ല. എത്ര ആളുകളെ വിശുദ്ധരായിട്ട് വന്നാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യുവാനായിട്ടുള്ള സ്ഥലം ഈ നഗരത്തിനുണ്ട്. സ്ഥലക്കുറവ് കൊണ്ട് ആരും നഗരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വരികയില്ല. വിശുദ്ധി കുറവുകൊണ്ട് പുറത്ത് പോകേണ്ടി വരും. മനസ്സിലായോ? തേജസ് കുറവുകൊണ്ട് പുറത്ത് പോകേണ്ടി വരും. നമ്മൾ നേരത്തെ വായിച്ചല്ലോ, മ്ലേച്ഛത, ഭോഷ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അകത്തേക്ക് വരാൻ പറ്റുകയില്ല. എന്നാൽ വിശുദ്ധനായിട്ട്, മ്ലേച്ഛതയില്ലാത്തവനായിട്ട്, ഭോഷ്ക് ഇല്ലാത്തവനായിട്ട് വന്നാൽ സ്ഥലത്തിൻ്റെ പരിമിതിയില്ല. എല്ലാവർക്കും ഈ നഗരത്തിൽ വസിക്കുവാൻ സ്ഥലമുണ്ടെന്നാണ് എല്ലാ കണക്കുകൂട്ടലുകാരും കണക്കുകൂട്ടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കണക്കുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഏവർക്കും സ്വാഗതം. ആർക്ക് വേണമെങ്കിലും ഈ നഗരത്തിൽ വരാം, അവിടെ സ്ഥലമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. കുറവുണ്ടെന്നല്ല പറഞ്ഞത്, അനേകം വാസസ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെ ഒരുക്കപ്പെട്ടൊരു പട്ടണമായതുകൊണ്ട് നമ്മളും ഒരുക്കമുള്ളവരായിട്ട് ചെന്നാൽ അവിടെ താമസിക്കാൻ സ്ഥലമുണ്ട്. ഒരുങ്ങാം, നമുക്ക് ഉണർന്നിരിക്കാം, ഒരുങ്ങിയിരിക്കാം. നമുക്ക് മുമ്പോട്ട് പോകാം. ഈ നഗരത്തിൻ്റെ നിർമ്മാണ രീതി നോക്കുക. നിർമ്മാണ രീതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസ്റ്റോണിഷിങ്, എക്സൈറ്റിങ്, നമ്മളെ വളരെ അമ്പരപ്പിക്കുന്നതാണ്. അതിൻ്റെ മതിലുകൾ വില കൂടിയ രത്നമായ സൂര്യകാന്തം കൊണ്ടാണ് പണിതിരിക്കുന്നത്. 18-ാം വാക്യം നോക്കിയാൽ, മതിലിൻ്റെ പണി സൂര്യകാന്തം, നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം. കണ്ടോ, സൂര്യകാന്തം കൊണ്ട് പണിതിരിക്കുന്നു. നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം ആയിരുന്നു. ദൈവ തേജസ്സാണ് ഈ നഗരത്തെ
പ്രകാശിപ്പിച്ചത്. 23-ാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചതാണ്, ഒന്നുകൂടെ വായിക്കാം. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. ദൈവ തേജസ് ഈ നഗരത്തെ പ്രകാശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? ദൈവ സാന്നിധ്യം ഈ നഗരത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവ തേജസ് ഈ നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും, എല്ലാ മുക്കിലും മൂലയിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ തേജസ്സും കടന്നു ചെല്ലുന്നത് കൊണ്ട്. ഇത് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്വർഗം എന്ന് പറയുന്നത് അത്യന്തം വലിപ്പമേറിയ, അതിവിശുദ്ധമായ, അതിപരിശുദ്ധമായ ഒരു സ്ഥലമാണ്. ഒരു ഇടുങ്ങിയ സ്ഥലമല്ല, അല്ലേ? വളരെ വിശാലമായ, എന്നാൽ ഈ വിശാലത കൊണ്ട് അശുദ്ധി ഒന്നും അവിടെ കടന്നു വന്നിട്ടില്ല. അതിപരിശുദ്ധമായ എ ഹ്യൂജ് ഹോളി ഓഫ് ഹോളീസ് എന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം. എ വെരി ഹ്യൂജ് ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധമായിട്ടുള്ള വളരെ വലിപ്പമുള്ള ഒരു സ്ഥലമാണ് ഈ പുതിയ യെരുശലേം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ആർക്കും കടന്നു ചെല്ലാം, പക്ഷേ വിശുദ്ധരായിരിക്കണം. കർത്താവ് യേശു ക്രിസ്തു എന്ന വാതിൽ വഴി കടന്നു വന്നവരായിരിക്കണം. അവിടെ ഗോപുരങ്ങളുണ്ട്, ഗോപുരങ്ങളിൽ കാവൽക്കാരുണ്ട്. ഈ വിശുദ്ധന്മാരല്ലാത്ത ആർക്കും അതിൽ കൂടി കടക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് വിശുദ്ധിയെ തികച്ച് മ്ലേച്ഛതയും പോഷ്കും ഉപേക്ഷിച്ച് ഈ നഗരത്തിൽ പ്രവേശിക്കുവാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. വീണ്ടും നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ഈ നഗരത്തിലുള്ള മന്ദിരത്തിൻ്റെയൊക്കെ അടിസ്ഥാനങ്ങളും അതിൻ്റെ പണികളുമൊക്കെ പരിശോധിക്കുമ്പോൾ സാധാരണ കെട്ടിടങ്ങളുടെയും നഗരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനം മണ്ണിൻ്റെ അടിയിലാണ്, അല്ലേ? 19-20 വാക്യങ്ങൾ നോക്കുമ്പോൾ അടിസ്ഥാനം ഒരിക്കലും കാണാനൊക്കുകയല്ല. നമ്മളൊരു കെട്ടിടത്തിൽ നിൽക്കുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് കരിങ്കല്ല് കൊണ്ടാണോ അതോ പൈലടിച്ചിരിക്കുകയാണോ, ഏത് തരത്തിലാണ്, ബീം അടിയിലുണ്ടോ, ഒന്നും നമുക്ക് കാണാനൊക്കുകയല്ല, അടിയിലാണ്, അദൃശ്യമായിരിക്കും. എന്നാൽ ഇവിടെ അടിസ്ഥാനം ദൃശ്യമാണെന്ന് മാത്രമല്ല, അവയെല്ലാം വിലപിടിപ്പുള്ളതും മനോഹരമായതുമായ മുത്തുകളാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം. 19-20 വാക്യങ്ങൾ വായിക്കാം. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം. അപ്പോൾ ഇതെല്ലാം കാണാം. അതാണ് ആദ്യം ഇത് ഇന്നതാണെന്ന് യോഹന്നാൻ എങ്ങനെ, അത് മണ്ണിനടിയിലല്ല, അത് കാണത്തക്കവണ്ണം ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ ഓരോന്നിൻ്റെയും പേര് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഓരോ പ്രത്യേക അടിസ്ഥാനത്തിനും ഓരോ പ്രത്യേക മുത്തുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവയുടെ വർണ്ണങ്ങൾ എടുത്തെടുത്ത് പറയുകയാണ്. മനസ്സിലായോ? ദൈവ തേജസ്സിനാൽ ഈ വർണ്ണങ്ങളെല്ലാം പ്രകാശിക്കുമ്പോഴാണ് അത് ഏറ്റവും ആശ്ചര്യകരമായിട്ട് ഇരിക്കുന്നത്. നാം വാക്യം വായിച്ചില്ലായിരുന്നു, 19-20 വായിക്കാം. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പ് കല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേതകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈഢൂര്യം, 11ാമത്തേത് പത്മരാഗം, 12ാമത്തേത് സുഗന്ധിരത്നം. അപ്പോൾ ഈ പറഞ്ഞ മുത്തുകൾ നമ്മൾ സൈദ്ധാന്തവൽക്കരിക്കാനായിട്ട് ആവശ്യമില്ല. ദർ ഈസ് നോ സ്കോപ്പ് ഫോർ സ്പെക്കുലേഷൻ ഓർ തിയറൈസിങ്. കാരണം ഏതൊക്കെ മുത്തുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടും അതിൻ്റെ വർണ്ണം എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ മനസ്സിലായില്ലെങ്കിൽ, ഈ വെറുതെ പേരുകൾ വായിച്ചു പോയപ്പോൾ എന്താണ് ഇതിൻ്റെ വർണ്ണം എന്ന് മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഓരോന്ന് പറയാം. 12 അടിസ്ഥാനങ്ങൾ, 12 മുത്തുകൾ എന്ന് പറഞ്ഞല്ലോ. സൂര്യകാന്തി, ഇംഗ്ലീഷിൽ ജാസ്പർ എന്ന് പറയുന്നത് സൂര്യപ്രകാശം പോലെ വ്യക്തതയുള്ളത് എന്നാണ് അർത്ഥം. ക്രിസ്റ്റൽ ക്ലിയർ. ഈ രണ്ടാമത്തേത് നീലരത്നം. നീലരത്നം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ വർണ്ണം വ്യക്തമാണല്ലോ, നീലവർണ്ണമുള്ളതാണ്. ഇംഗ്ലീഷിൽ അതിന് സഫയർ എന്ന് പറയും. മൂന്നാമത്തേത് മാണിക്യം, ഇംഗ്ലീഷിൽ ചാൽസിഡോണി. അത് പച്ചപ്പുള്ള നീലവർണ്ണമാണ് ഈ മരതകത്തിന് ഉള്ളത്. മരതകം എന്ന് പറഞ്ഞാൽ തന്നെ പച്ച അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മരതകം പച്ച നിറമാണ്. അത് മാണിക്യം പച്ചപ്പുള്ള നീലവർണ്ണവും മരതകം അല്ലെങ്കിൽ എമറാൾഡ് പച്ച നിറമുള്ളതാണ്. അഞ്ചാമത്തേത് നഖവർണി, സർഡോണിക്സ് എന്ന് പറയുന്നത് വെള്ളക്കല്ലാണ്, അതിൽ തവിട്ട് നിറച്ചാർത്തുണ്ട്. ആറാമത്തേത് ചുവപ്പ് കല്ല്, സാർഡൈൻ, അത് ചുവപ്പ് നിറമാണെന്ന് എടുത്തു പറയേണ്ടതായിട്ട് ഇല്ല. ഏഴാമത്തേത് പീതരത്നം, ക്രിസോലൈറ്റ്, അത് മഞ്ഞ നിറമാണ്. എട്ടാമത്തേത് ഗോമേതകം പച്ചയാണ്. ഒമ്പതാമത്തേത് പുഷ്യരാഗം, ടോപ്പാസ്, അത് മഞ്ഞ കലർന്ന പച്ചയാണ്.
10-ാമത്തേത് വൈഡൂര്യം സുവർണ്ണ നിറവും. 11-ാമത്തേത് പത്മരാഗം, അത് നീലയും മഞ്ഞയും കലർന്നതാണ്. 12-ാമത്തേത് സുഗന്ധിരത്നം, അത് പർപ്പിൾ അല്ലെങ്കിൽ കരിഞ്ചുവപ്പ് ധൂമ്രവർണ്ണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത്രയും വർണ്ണ വൈവിധ്യമുള്ളതാണ് ഈ നഗരത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് ഗ്രഹിക്കേണ്ടത്. ഈ മുത്തുകളുടെ എല്ലാം പേരുകളല്ല, അതിനെല്ലാം വിവിധ വർണ്ണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവം സൗന്ദര്യത്തിൻ്റെ ദൈവമാണ്. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ബ്യൂട്ടി, അല്ലേ? നമുക്കെല്ലാം ഈ വർണ്ണങ്ങളോട് വലിയ പിണക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും വെള്ള നിറത്തോടാണ് കൂടുതൽ താല്പര്യം ഇരിക്കുന്നത്. പക്ഷേ ദൈവം വെള്ളയുടെ ആൾ മാത്രമല്ല, ദൈവം സൗന്ദര്യത്തിൻ്റെ ദൈവമാണ്. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ബ്യൂട്ടി. തൻ്റെ ജനത്തിനായി ദൈവം ഒരുക്കുന്ന നഗരത്തിൽ ദൈവം തൻ്റെ സൗന്ദര്യബോധത്തിനനുസരിച്ച് അത് ഏറ്റവും സുന്ദരമാക്കിയിട്ടാണ് പണിയുന്നത്. ഇതിനോട് വാസ്തവത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാവുന്നൊരു കാര്യമാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. 1 പത്രോസ് 4:10. വിവിധമായ ദൈവകൃപയെക്കുറിച്ച് പത്രോസ് ഓർമ്മിപ്പിച്ചെഴുതിയപ്പോൾ, വിവിധമായ ദൈവകൃപയുടെ ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി. അവിടെ ആ വിവിധമായ ദൈവകൃപയുടെ എന്നുള്ള പ്രയോഗമാണ് നിങ്ങൾ കാണേണ്ടത്. ഈ സുന്ദരമായ വിശുദ്ധ നഗരം ദൈവത്തിൻ്റെ മനോമുകുരത്തിൽ ദൈവം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നതെന്നുള്ളത് പത്രോസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ മാനിഫോൾഡ് അല്ലെങ്കിൽ വിവിധമായ എന്ന വാക്ക് കൊണ്ടുവന്നത്. അവിടെ വിവിധമായ എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്ന വാക്കിന് പല വർണ്ണങ്ങളുള്ള, നാനാവർണ്ണമായ, വർണ്ണവിചിത്രമായ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ പുതിയ യെരുശലേം നഗരത്തിൻ്റെ അടിസ്ഥാനം പല വർണ്ണങ്ങളുള്ളതാണ്. മാനിഫോൾഡ് കളേഴ്സ്, നാനാവർണ്ണങ്ങളുണ്ട്, വർണ്ണവിചിത്രമാണ്. അത് ദൈവത്തിൻ്റെ സൗന്ദര്യബോധം അനുസരിച്ചിട്ടാണ് ഈ മാനിഫോൾഡ് കളേഴ്സ്. അപ്പോൾ ദൈവസഭയിലും ഇപ്പോൾ എന്ത് വേണം? മാനിഫോൾഡ് ഗ്രേസസ്. മനസ്സിലായോ? വിവിധമായ ദൈവകൃപ സഭയിൽ വ്യാപരിക്കണം. അപ്പോഴാണത് മനോഹരമാകുന്നത്. അല്ലാതെ ഒരൊറ്റ കളർ മാത്രമല്ല. ഭൗതികമായിട്ടല്ല കേട്ടോ പറയുന്നത്. ഇനി ഭൗതികമായിട്ട് ഇനി വെള്ളം ഉടുക്കണ്ടെന്ന് സാറ് പഠിപ്പിച്ചു എന്നൊന്നും പറഞ്ഞേക്കരുത്. നിങ്ങൾ ഏത് കളർ ഉടുത്താലും കുഴപ്പമില്ല. ആത്മീയമായിട്ട് നമ്മളത് എടുക്കുമ്പോൾ വിവിധമായ ദൈവകൃപകൾ, ഈ പുതിയ യെരുശലേം നഗരത്തിൽ പല പല വർണ്ണങ്ങളുള്ളതുപോലെ ദൈവകൃപയുടെ പല വർണ്ണങ്ങളാണ് ദൈവസഭയെ സുന്ദരമാക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് 21-ാം വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ, പുരാതന കാലത്ത് ഈ പേൾ അല്ലെങ്കിൽ മുത്ത് എന്ന് പറയുന്നത് ഒരു രാജകീയമായ രത്നക്കല്ലായിരുന്നു. അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. രത്നം അല്ലെങ്കിൽ മുത്തുകൾ എങ്ങനെയാണ് ഉണ്ടായത്, പേൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഇത് കടലിനടിയിൽ ജീവിച്ചിരുന്ന ഒരുതരം കക്കയാണ്. ആ കക്കയ്ക്കകത്തൊരു മണൽത്തരി കടന്നിട്ട് ആ കക്കയെ നിരന്തരം ഇത് അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നിരന്തരം അസഹ്യപ്പെടുത്തിയാണ് അവസാനം അതൊരു മുത്തായിട്ട്, ഒരു രത്നമായിട്ട് മാറുന്നത്. അപ്പോൾ എന്തിനാണ് കർത്താവ് നമുക്ക് കഷ്ടതകളൊക്കെ തരുന്നതെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു മണൽത്തരി ഒരു മുത്തിനകത്ത്, ഒരു ചിപ്പിക്കകത്ത് കയറിയിട്ട് അതിനെ നിരന്തരം അസഹ്യപ്പെടുത്തിയിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തിയാണ് അവസാനം വില കൂടിയ ഒരു മുത്തായിട്ട് അതിനെ മാറ്റുന്നത്. അപ്പം ദൈവം മുത്തിനെയും രത്നത്തെയും എല്ലാം നിർമ്മിച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മെയും രൂപാന്തരപ്പെടുത്തുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു കഷ്ടതകളൊക്കെ വരുമ്പോൾ, അതുകൊണ്ടാണ് പൗലോസൊക്കെ പറഞ്ഞത്, ഈ പുറമേ ഉള്ളവന് ഈ കഷ്ടതയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പോട്ടെ, എന്നാൽ തേജസ്സിൻ്റെ നിത്യഘനം, അല്ലേ, തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നു, എന്നാൽ അകത്തുള്ളവന് വേണ്ടി ഒരു വലിയ തേജസ് കർത്താവ് വെച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ കൺസേൺ. അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ കഷ്ടതകളൊക്കെ ഇപ്പോൾ അയക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കഷ്ടതയിൽ കൂടി കടന്ന് നാം തേജസ്സുള്ളവരായി പുറത്ത് വരേണ്ടതിനാണ്. മുത്തുകൾ അതാണ് നമ്മളെ കാണിക്കുന്നത്. മുത്തുകളാൽ നിർമ്മിതമായ സ്വർഗീയ നഗരത്തിൻ്റെ ഗോപുരങ്ങൾ ഒരിക്കലും അടയ്ക്കുന്നില്ലെന്ന് 25-ാം വാക്യത്തിലുണ്ട്. നമുക്ക് 25-ാം വാക്യം വായിക്കാം. 21-25. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. അപ്പം മുത്തുകളാൽ നിർമ്മിതമായ സ്വർഗീയ നഗരത്തിൻ്റെ ഗോപുരങ്ങൾ ഒരിക്കലും അടയ്ക്കുന്നില്ല. വായ്, എന്താണ് അതിൻ്റെ കാരണം? അവിടെ അപകടമോ ഭീഷണികളോ ഇല്ല. യാതൊരു തരത്തിലുള്ള അപകടമോ ഭീഷണികളോ ഇല്ല. ഈ നഗരത്തിൻ്റെ അതിനകത്ത് വസിക്കുന്ന ആളുകളെ മലിനപ്പെടുത്തുവാനോ അവരെ അലോരസപ്പെടുത്തുവാനോ ആ നഗരത്തിൽ യാതൊന്നിനും പ്രവേശനമില്ല. പാപത്തിനും പിശാചിനും പ്രവേശനമില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, അല്ലേ? പാപവും പിശാചുമാണല്ലോ അലോരസപ്പെടുത്തുന്നത്. അതിനെ ഇപ്പോൾ എവിടെയാക്കി? തീപ്പൊയ്കയിൽ തള്ളിക്കളഞ്ഞതുകൊണ്ട്
ദൈവജനത്തെ അലോരസപ്പെടുത്തുന്നതായിട്ടുള്ള, അവരെ മലിനപ്പെടുത്തുന്നതായിട്ടുള്ള യാതൊന്നും ഈ നഗരത്തിൽ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഗേറ്റ് അടയ്ക്കേണ്ടതായിട്ടില്ല, അല്ലേ? അതിൻ്റെ നഗരത്തിൻ്റെ ഗോപുരങ്ങൾ, അതിൻ്റെ ഗേറ്റുകൾ ഒരിക്കലും അടയ്ക്കേണ്ടതായിട്ടില്ല. സാധാരണ അടയ്ക്കുന്നത് രാത്രിക്കാണ്. ഇവിടെ രാത്രിയില്ല, അതുകൊണ്ട് ഇതെപ്പോഴും തുറന്നു കിടക്കുകയാണ്, ഒന്നും ഭയപ്പെടുവാനായിട്ട് ഇല്ല. അപ്പോൾ ഈ നഗരത്തിൻ്റെ ദർശനം ലഭിച്ചപ്പോൾ യോഹന്നാൻ ശ്രദ്ധിച്ച ഒരു സുപ്രധാന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഈ നഗരത്തിൻ്റെ ഒരു ദർശനം, ദിവ്യ ദർശനം യോഹന്നാന് ലഭിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ നഗരങ്ങളിൽ, സാധാരണ നഗരങ്ങളിൽ കാണുന്ന ചില ഘടകങ്ങളൊന്നും ഈ നഗരത്തിൽ കാണുന്നില്ല. അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് കാണും. കാരണം ഇവിടുത്തെ പല നഗരങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ആ നഗരങ്ങളിൽ കാണുന്ന കാര്യങ്ങളൊന്നും ഈ നഗരത്തിൽ കാണുന്നില്ല. അവയുടെ അസാന്നിധ്യം നഗരത്തിൻ്റെ മഹത്വം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതല്ലാതെ അതൊരു കുറവായിട്ട് തോന്നിയതുമില്ല. മനസ്സിലായോ? ഇവിടുത്തെ നഗരങ്ങളിൽ കണ്ട പല കാര്യങ്ങളും അവിടെ കാണുന്നില്ല. പക്ഷെ അതില്ലാത്തതുകൊണ്ട് യോഹന്നാൻ അതൊരു കുറവായിട്ട് തോന്നിയില്ല. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മന്ദിരം അതിൽ കണ്ടില്ല, അല്ലേ? മന്ദിരം അല്ലെങ്കിൽ ആലയം, 22-ാം വാക്യം, 22-ാം വാക്യം, 21-22 വായിക്കുമ്പോൾ മന്ദിരം അതിൽ കണ്ടില്ല. ഉണ്ടോ? മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. വേറൊരു മന്ദിരം കണ്ടില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ നഗരത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത് ദൈവ സാന്നിധ്യം, പ്രസൻസ് ഓഫ് ഗോഡ്. ഈ നഗരത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത് നിറഞ്ഞ ദൈവ സാന്നിധ്യം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? പട്ടണത്തിൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം നിറഞ്ഞു വസിക്കുകയാണ്. അവൻ വസിക്കാത്ത ഒരിടവും ഇല്ല. ദൈവത്തിന് ആക്സസ് ഇല്ലാത്ത, എന്തിനാ പറയുന്നത് വെച്ചാൽ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇല്ലേ, സഭകളിൽ നമ്മുടെ ഹൃദയത്തിലൊക്കെ ദൈവത്തിന് ആക്സസ് ഇല്ലാത്ത ഒരുപാട് മുക്കും മൂലയൊക്കെ കിടപ്പുണ്ടെങ്കിൽ ദൈവ നഗരത്തിൽ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും അവിടെ എത്താൻ ഒത്തുകയല്ലെന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ നഗരത്തിൽ ഒരു മുക്കും മൂലയും ദൈവ സാന്നിധ്യവും ദൈവ തേജസ്സും ഇല്ലാത്തതായിട്ടില്ല. സ്വർഗീയ നഗരത്തിൽ ലൗകികം, ആത്മീകം, വിശുദ്ധം, അശുദ്ധം എന്ന വേർതിരിവുകളില്ല. ശ്രദ്ധിക്കണേ. നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ പലപ്പോഴും അവൻ ലൗകികനാണ്, അവൻ ആത്മീയനാണ്, അവൻ വിശുദ്ധനാണ്, അവൻ അശുദ്ധനാണ് എന്നൊക്കെ വേർതിരിവ് വെച്ചിട്ട് ഈ ലൗകികം, അശുദ്ധം, അവിടെ നിന്നും ദൈവ സാന്നിധ്യം കടന്നു ചെല്ലുകയില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ പുതിയ യെരുശലേം നഗരത്തിന് ഇല്ല. കാരണം അവിടെ എത്തുന്നവരെല്ലാവരും ആത്മീയ വിശുദ്ധി പ്രാപിച്ചവരായിരിക്കും. അശുദ്ധന്മാരാരും അവിടെ എത്തുകയില്ല, ലൗകികന്മാരാരും അവിടെ എത്തുകയില്ല, അല്ലേ? ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അങ്ങനെയുള്ളവർ മാത്രമാണ് ഈ നഗരത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു തരത്തിലുള്ള ലൗകികന്മാരും ഒരു തരത്തിലുള്ള അശുദ്ധന്മാരും എത്തുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആക്സസിബിലിറ്റി, അല്ലെങ്കിൽ ദൈവത്തിന് എല്ലാ സ്ഥലത്തും നിറഞ്ഞ സാന്നിധ്യം ഉണ്ട്. 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. ദ ഗ്ലോറി ഓഫ് ഗോഡ് ലൈറ്റൻസ് ഇറ്റ്. ദൈവത്തിൻ്റെ തേജസ്സാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. കൂടാതെ അടുത്ത ലൈനിൽ പറയുകയാണ്, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. ദ ലാംപ് ഈസ് ദ ലൈറ്റ് ദെയറോഫ്. ആൻഡ് രാത്രി അവിടെ ഇല്ലല്ലോ. അവിടെ ഗോപുരം അടയ്ക്കുന്നില്ല, രാത്രി അവിടെ ഇല്ല. കുഞ്ഞാട് അതിൻ്റെ വിളക്കാണ്. മന്ദിരം അവിടെ ഇല്ല. ഞാൻ പറഞ്ഞതല്ലോ, നിങ്ങൾക്ക് ഇപ്പം എൻ്റെ കൂടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ ലോകത്തിലെ നഗരങ്ങളിലാണെങ്കിൽ എന്തുണ്ട്? നമ്മളിപ്പം പറഞ്ഞതുപോലെ മന്ദിരങ്ങളുണ്ട്, വെളിച്ചങ്ങളുണ്ട്. രാത്രി വെളിച്ചമൊക്കെ ഇടുമ്പോഴാണല്ലോ എന്തോ ഉണ്ട്. പകൽ വെളിച്ചങ്ങൾ ഓഫ് ചെയ്യുന്നു. ഇതിനൊക്കെ ഗേറ്റുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് യോഹന്നാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നോ അത്? ഇവിടെ മന്ദിരം കാണുന്നില്ല, അല്ലേ? അവിടെ രാത്രി കാണുന്നില്ല, അവിടെ പ്രത്യേകിച്ച് ലൈറ്റുകളൊന്നും കാണുന്നില്ല. ദൈവ തേജസ്സാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. കുഞ്ഞാടാണ് അതിൻ്റെ വിളക്ക്. അപ്പോൾ ഇതൊക്കെ പ്രവാചകന്മാർ വഴിയും ദൈവം പണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഗ്രഹിക്കാത്തതായിരിക്കാം. നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, യെശയ്യാവ് 60-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല. കണ്ടോ? ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. കണ്ടോ? ഇത് നമുക്കുള്ള വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. നിന്റെ സൂര്യൻ ഇനി
നിന്റെ അസ്തമിക്കുകയില്ല. സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. ഇറ്റ്സ് എ പ്രോമിസ്. ദൈവം തന്നൊരു പ്രോമിസ് ആണ് അല്ലേ? ദൈവം നിനക്ക് നിത്യപ്രകാശം, ദൈവം നിന്റെ തേജസ്, യഹോവ നിന്റെ നിത്യ പ്രകാശമായിരിക്കും. അതുകൊണ്ട് വേറെ സൂര്യനോ വേറെ ചന്ദ്രനോ വേറെ വിളക്കുകളോ ഒന്നും അവിടെ ആവശ്യമില്ലാത്ത തരത്തിൽ പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള ദർശനം പണ്ട് തന്നെ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ നാം കാണുന്നത്. 21-ാം അധ്യായം വായിക്കുമ്പോൾ പല ആളുകൾക്കും വരുന്ന ഒരു വലിയൊരു പ്രശ്നം, ഒരു ചോദ്യം എന്ന് പറയുന്നത് 24-26 വാക്യങ്ങളിൽ ജാതികളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നുവല്ലോ. നമുക്ക് 24-26 വാക്യം. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും, ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ കണ്ട് ഇവിടെയും ജാതികളുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. ഇവിടെയും ജാതികൾ എത്തിയോ? ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ അശുദ്ധരൊന്നുമില്ല, അവിടെ ലൗകികന്മാരില്ല, അനാത്മീയൻ എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ? അപ്പോൾ പിന്നെ ഈ ജാതികൾ എന്നിവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? എങ്ങനെ ഈ ജാതികൾ ഇവിടെ വന്നത് എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ജാതികൾ, ഭൂരാജാക്കന്മാർ മുതലായ പരാമർശങ്ങൾ. ഈ പ്രയോഗത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുതിയ ഭൂമിയിൽ ജനതകൾ ഉണ്ടാകും. അതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ജാതികൾ എന്നുള്ളതിന് നേഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പലപ്പോഴും. അപ്പോൾ നമ്മുടെ എന്തുണ്ടാകും? ജനതകൾ ഉണ്ടാകും. നിത്യ തേജസ്സിൻ്റെ അവസ്ഥയിൽ തേജസ്കരിക്കപ്പെട്ട ആത്മാക്കളാണല്ലോ ഈ പുതിയ ഭൂമിയിൽ എത്തുന്നത്. പുതിയ ഭൂമി ഇന്നത്തെ ഭൂമിയെപ്പോലെ വിവിധ രാജ്യങ്ങളും വിവിധ ജാതികളും വിവിധ വർണ്ണങ്ങളും വിവിധ ഗോത്രങ്ങളും ഒക്കെ ഉള്ളതാണെന്ന് ചിന്തിക്കരുത്. മനസ്സിലായി? നമ്മുടെ ചിന്ത എപ്പോഴും അങ്ങനെ ഇരിക്കുന്നത്. പുതിയ യെരൂശലേമിലും എന്തുണ്ടാവും? വിവിധ രാജ്യങ്ങളുണ്ടാകും, വിവിധ ജാതികളുണ്ടാകും, വിവിധ വർണ്ണങ്ങളുണ്ടാകും, വിവിധ ഗോത്രങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാകുമോ? ഇല്ല, അതൊന്നും ഉണ്ടാകുകയില്ല. ജാതികളില്ല, വർണ്ണങ്ങളില്ല, ഗോത്രങ്ങളില്ല, പുതിയ പുതിയ രാജ്യങ്ങളില്ല, എല്ലാം ചേർന്ന് ഒന്നായി. കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും എല്ലാം കൂടെ ചേർന്ന് എല്ലാം ഒന്നായി ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പുരാതന കാലഘട്ടത്തിൽ, ഏൻഷ്യൻ പീരിയഡ്, പണ്ട് കാലത്ത് ഈ സാമ്രാജ്യങ്ങളൊക്കെ സ്ഥാപിച്ച ആളുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ രാജാക്കന്മാരും ജനതകളും ഒക്കെ അനുവർത്തിച്ചിരുന്ന ചില രീതികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രാജാധിരാജാവും കർത്താവുമായ ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ച ഒരു വലിയ ചക്രവർത്തി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ആ ചക്രവർത്തിക്ക് അവൻ്റെ ആസ്ഥാന പട്ടണത്തിലേക്ക് രാജാക്കന്മാരും ജനതകളും സമ്പത്തും മഹത്വവും കപ്പവും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ചക്രവർത്തിയെ വണങ്ങുന്ന രീതി ഉണ്ടായിരുന്നു. ചരിത്രം അറിയാമെങ്കിൽ ഇമ്പീരിയൽ അല്ലെങ്കിൽ ബിഗ് എംപയേഴ്സ്, വലിയ വലിയ സാമ്രാജ്യങ്ങളൊക്കെ കെട്ടിപ്പോയി. റോമ സാമ്രാജ്യത്തെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ കീഴിൽ ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങളുള്ളതുകൊണ്ട് ആ ചെറിയ രാജാക്കന്മാരും ആ രാജഭരണത്തിൻ്റെ കീഴിലുള്ള ജനതകളുമൊക്കെ അവരുടെ സമ്പത്തും അവരുടെ മഹത്വവും രാജാവ് പിരിക്കുന്ന കരം കൂടാതെ തന്നെ കാഴ്ചവെക്കുന്നതിനായിട്ട് പല സാധനങ്ങളും ട്രിബ്യൂട്ടായിട്ടും പ്രസൻറ്റേഷനായിട്ടും ഒക്കെ ഈ രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നിട്ട് അത് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട്, സങ്കീർത്തനങ്ങളിലൊക്കെ അതുണ്ട്, അതൊക്കെ കൊണ്ടുവച്ചിട്ട് ആ രാജാവിൻ്റെ വണങ്ങി രാജാവിൻ്റെ പ്രസാദം തേടുന്ന രീതി ഉണ്ടായിരുന്നു. അതുപോലെ സ്വർഗീയ നഗരത്തിൽ രാജാധിരാജാവും കർത്താവുമായ നമ്മുടെ ദൈവത്തെ സകലരും വണങ്ങുകയും സകല മഹത്വവും അവൻ അർപ്പിക്കുകയും ചെയ്യും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാ മഹത്വവും. പിന്നെ വേറെ ആരും ജാതികളോ രാജാക്കന്മാരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുറഞ്ഞവരോ കൂടിയവരായിട്ടില്ല. എല്ലാവരും അവരുടെ മഹത്വം എങ്ങോട്ട് കൊണ്ടുവരും? ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. കിരീടങ്ങളെയൊക്കെ താഴെയിട്ട് നാം സ്വർഗത്തിലെ ആരാധനയുടെ ചിത്രം കണ്ടിട്ടുണ്ടല്ലോ. എല്ലാ മഹത്വത്തിനും എല്ലാ മാനത്തിനും യോഗ്യനായ കർത്താവിനെ അവരെ വണങ്ങി ആരാധിക്കും. ചില വാക്യങ്ങൾ നോക്കിയാൽ അത് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിഫൈഡ് ആകാനായിട്ട് ഇടയായും. സങ്കീർത്തനം 68:29 ഇത് മശിഹാ സങ്കീർത്തനങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലുമൊക്കെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഗ്രഹിക്കാതെ ജാതി എന്ന് കണ്ട ഉടനെ നമ്മൾ ബേജാറായി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇവിടെ ജാതി എത്തിയോ എന്ന് ചോദിക്കുന്നത്. ജാതി എത്തിയ കാര്യം അല്ല പറയുന്നത്. 68:29 യെരൂശലേമിലുള്ള നിന്റെ മന്ദിര നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. ഉണ്ടോ? യെരൂശലേമിലുള്ള നിന്റെ മന്ദിരം നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. 72-ാം സങ്കീർത്തനത്തിൻ്റെ 10-11 വാക്യങ്ങൾ നോക്കിയാട്ടെ. 72-ന്റെ 10-11
തർശീസിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ. രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ. സെബയിലെയും രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ. രാജാക്കന്മാർക്ക് അപ്പം കൊടുക്കട്ടെ. സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ. സകല ജാതികളും അവനെ സേവിക്കട്ടെ. ഇതാണ് അതിന്റെ അർത്ഥം. സകല രാജാക്കന്മാരും സകല ജാതികളും അവനെ നമസ്കരിക്കട്ടെ. ഇവിടെ വേറെ രാജാക്കന്മാരൊന്നുമില്ല, നമ്മളാണ് രാജാക്കന്മാരായിട്ട് വാഴാൻ പോകുന്നത്. അത് അടുത്ത 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 22-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഈ നഗരത്തിൽ വരുന്നവർ അപ്പോൾ വേറെ രാജാക്കന്മാരല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കും. അപ്പോൾ നമ്മൾ രാജാക്കന്മാരാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അവനെ നമസ്കരിക്കും. സകല ജാതികളും അവനെ സേവിക്കും. നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ചില വാക്യങ്ങളോട് വായിക്കാം. യെശയ്യാവ് 60 മുഴുവൻ വായിക്കണം. അത് സമയമെടുത്ത് നിങ്ങൾ പഠിക്കാൻ ഹോംവർക്ക് തരികയാണ്. ഞാൻ 1-2 വാക്യങ്ങൾ വായിപ്പിക്കാം. 60-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ജാതികൾ രാജാക്കന്മാർ, കണ്ടോ? ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ. ആ ജാതികളെയും രാജാക്കന്മാരെയുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 5-ാം വാക്യം, 60-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അപ്പോൾ നീ കണ്ടു ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും, സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. 6-ാം വാക്യം. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും എഫ്രമേലെയും ചിറ്റൊട്ടകങ്ങളും നിന്നെ മൂടും. ശേബയിൽ നിന്നും അവരൊക്കെ വരും, പൊന്നും കുന്തിരിക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. ഇത് ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ഞാൻ 2 വാക്യം കൂടെ വായിപ്പിക്കട്ടെ. 11-ാം വാക്യം, 60-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ജാതികളുടെ സമ്പത്തിനെയും യാത്രാസംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. വാതിലുകൾ തുറന്നു കിടക്കുന്നു, എല്ലാവർക്കും വന്നവനെ നമസ്കരിക്കാം. ഇവിടുന്നാണ് നമ്മൾ കുറച്ചു മുമ്പേ വായിച്ചൊരു വാക്യം ഉണ്ടായിരുന്നു, അത് നമുക്ക് ചേർത്ത് വായിക്കാം. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നീ പേര് പറയും. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകും. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും, നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് എൻ്റെ നടുതലയുടെ മുളയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്കും കൈവശമാക്കും. കുറഞ്ഞവർ 1000-ഉം ചെറിയവർ മഹാജാതിയുമായിത്തീരും. യഹോവയായി ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. അപ്പോൾ ഈ അധ്യായം മുഴുവൻ വായിച്ച് പഠിക്കുമ്പോൾ 21-ാം അധ്യായവുമായിട്ട് വളരെ പാരലായിട്ട് പോകുന്ന ആശയങ്ങളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ജാതികളെന്നോ രാജാക്കന്മാരെന്നോ കണ്ട ഉടനെ നമ്മൾ അതിനെക്കുറിച്ച് ആവലാതിപ്പെടേണ്ടതായിട്ടില്ല. അതിൻ്റെ ആത്മീയ അർത്ഥമാണ് ഗ്രഹിക്കേണ്ടത്. നമുക്ക് ഈ ക്ലാസ്സിൻ്റെ കൺക്ലൂഷനായിട്ട് 27-ാം വാക്യം വായിക്കാം. അതായത് ആരാണ് അതിൽ കടക്കുന്നത് പറഞ്ഞല്ലോ, പല പ്രാവശ്യം ആ വാക്യം നമ്മൾ വായിച്ചു. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അപ്പോൾ ഇവിടെ കടക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഇത്ര മനോഹരമായ ഒരു പട്ടണം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന വിശുദ്ധന്മാരാണ് ആ പട്ടണത്തിൽ കടക്കുന്നത്. മ്ലേച്ഛത പ്രവർത്തിക്കുന്നവർ, ഭോഷ്ക് പ്രവർത്തിക്കുന്നവർ ആരും ഇതിൽ കടക്കുകയില്ല. അതുകൊണ്ട് സുതാര്യതയുള്ളവരും വിശുദ്ധരും ആയി ജീവിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ദൈവം അത്യത്ഭുതകരമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഈ പുതിയ യെരുശലേമിലേക്ക് എനിക്ക് നിങ്ങൾക്കും പ്രവേശിക്കുവാനായിട്ട് കഴിയും. മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും ഇതിൽ കടക്കുകയില്ല. കടക്കുവാൻ തക്കവണ്ണം നമുക്ക് വിശുദ്ധി തികയ്ക്കാം. അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. അങ്ങനെ ആ യാത്ര മുമ്പോട്ട് തുടർന്ന് ഈ പുതിയ യെരുശലേമിൽ നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടുന്നതിനായിട്ട് ദൈവം കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.